ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് LPSയുടെയും UPSയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതുവരെ വന്ന ഷോർട്ട് ലിസ്റ്റൊക്കെ ചാനലിലുണ്ട്, അപ്പോൾ ഒന്ന് പോയി കാണാം. അപ്പോൾ തിങ്കളാഴ്ച വന്ന ഏതൊക്കെ ജില്ലകളാണ് UPSയുടെയും LPSയുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് നോക്കാം. ആദ്യം LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം പത്തനംതിട്ട ജില്ലയിലാണ് വന്നിട്ടുള്ളത്. LP പത്തനംതിട്ട ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 709/2023 തന്നെയാണ്. അപ്പോൾ LP പത്തനംതിട്ട ജില്ലയിൽ എഴുതിയവർ അവരുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്ററിയിലാണോ മെയിൻ ലിസ്റ്റിലാണോ വന്നത് എന്നൊക്കെ ഒന്ന് പറയാം. പിന്നെ അതുപോലെ പാലക്കാട് ജില്ലയിൽ UP സ്കൂൾ ടീച്ചർ വന്നിട്ടുണ്ട്. UP പാലക്കാട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. UP പാലക്കാട് വന്നിട്ടുണ്ട്. 707/2023 UPയുടെ കാറ്റഗറി നമ്പർ. അപ്പം പാലക്കാട് UP എഴുതിയവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ 2 ജില്ലകളിലും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത വന്നിട്ടുള്ളത് ഏതാന്ന് നോക്കാം. അടുത്തതും ഒരു LP ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ LP ഷോർട്ട് ലിസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എക്സാം എഴുതിയവരും അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരൊക്കെ അവരുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പം ടൈം ഷെഡ്യൂളും കൂടെ വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതിയവർ എപ്പോഴും ഒന്ന് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ജില്ലകളിലെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. അപ്പം LP ടീച്ചർ കോഴിക്കോട് ജില്ലയിൽ 45.33 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 45.33 കോഴിക്കോട് LP കട്ട് ഓഫ്. UP ടീച്ചർ പാലക്കാട് ജില്ലയിൽ 64.33 വന്നിട്ടുള്ളത്. 64.33 പാലക്കാട് UP ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതേപോലെ LP പത്തനംതിട്ട ജില്ലയിൽ 39 മാർക്കാണ്. 39 മാർക്കാണ് LP ടീച്ചർ പത്തനംതിട്ടയിൽ വന്നിട്ടുള്ളത്. ഇത് 3 കട്ട് ഓഫ്. അപ്പോൾ കട്ട് ഓഫ് എല്ലാവരും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ ഏതൊക്കെ ജില്ലകൾ LPയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. LPയിൽ ഇതുവരെ വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുണ്ട്, വയനാട്, പിന്നെ ഇടുക്കി, എറണാകുളം, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട, തൃശ്ശൂർ. ഈ ജില്ലകളിലൊക്കെ LPSA ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതിയവർ ആരും ചെക്ക് ചെയ്യാത്തതോ അറിയാതെ പോയവരോ ഒക്കെ ഉണ്ടെങ്കിലൊന്ന് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ LPSAയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LPST UPST ഷോർട്ട് ലിസ്റ്റിൽ കടും വെട്ട്, പകുതിയായി മെയിൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. അതിൽ മുൻ വർഷത്തെ മെയിൻ ലിസ്റ്റിലുള്ളവരുടെ എണ്ണവും ഈ വർഷം വന്ന മെയിൻ ലിസ്റ്റിലുള്ളവരുടെ എണ്ണമൊക്കെ ഇതിൽ എല്ലാ ജില്ലകൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് വായിച്ച് നോക്കുക. ഞാനിപ്പം ഇതിൽ വിശദമായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. ആലപ്പുഴയിൽ കട്ട് ഓഫ് 42.33 LPയുടെയാണ് കേട്ടോ. കോട്ടയം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇടുക്കി ജില്ലയിൽ 38.67 അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് മുൻവർഷത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരുടെ എണ്ണമാണ് കേട്ടോ. എറണാകുളം 39.67. തൃശ്ശൂർ നമ്മളിപ്പോൾ കട്ട് ഓഫ് പറഞ്ഞല്ലോ. പാലക്കാട് ഇത് തൃശ്ശൂരൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ന്യൂസാണ് കേട്ടോ, അതുകൊണ്ടാണ് തൃശ്ശൂരൊക്കെ ഇതിൽ കൊടുക്കാത്തത്. പാലക്കാട് 46.33. കോഴിക്കോട് നമ്മളിപ്പോൾ പറഞ്ഞു. വയനാട് 42 മാർക്കാണ്. കണ്ണൂർ 46.67. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ളതൊക്കെ മുൻ വർഷത്തെ ലിസ്റ്റിലുള്ളതാണ്. അപ്പം നമുക്കിത് നോക്കിയാൽ അറിയാം ഈ വർഷം നല്ല വ്യത്യാസമുണ്ട്. കട്ട് ഓഫ് നല്ല മാർക്ക് 10 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം ഓരോ ജില്ലകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് നല്ല കൂടിയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണവും
താരതമ്യേന കുറവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിശദമായി നോക്കിയാൽ അറിയാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, സപ്ലിമെൻ്ററി, ഭിന്നശേഷി ലിസ്റ്റ്, ടോട്ടൽ എത്രയുണ്ട്, അതൊക്കെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ UPയുടെയും ഇങ്ങനെ ന്യൂസിൽ ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് UPയുടെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UPയും കഴിഞ്ഞ മുൻ വർഷത്തെയും ഈ വർഷത്തെയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. അപ്പോൾ UP ഏതൊക്കെ ജില്ലകൾ മെസ്സേജ് വന്നു എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട് എന്ന് എനിക്കറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ട് എന്ന് എനിക്കറിയാം. അവരൊക്കെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പത്തനംതിട്ടയിൽ 55.33 കട്ട് ഓഫ്, ആലപ്പുഴ 61.33, ഇടുക്കിയാണെങ്കിൽ 57 മാർക്കാണ്, എറണാകുളം 61.67, അതേപോലെ തൃശ്ശൂരാണെങ്കിൽ 62.67, മലപ്പുറം 66.33, വയനാട് 62.33, കണ്ണൂർ 65. ഇങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ മുൻ വർഷത്തെയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരും. മറ്റു ജില്ലകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ ഉടൻ തന്നെ അറിയിക്കുന്നതാണ്. LDCയുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.